നമസ്കാരം. ഐഡിയൽ എക്സ്പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെങ്കിൽ എക്സലിൽ എങ്ങനെയാണ് പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ പിവോട്ട് ടേബിൾ എന്ന് പറയുമ്പോൾ എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമായിട്ടാണ് കണക്കൊക്കെ, പക്ഷേ വളരെ ഈസി ആയിട്ട് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് ഈ പിവോട്ട് ടേബിളിന് കഴിയും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നതിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഓർഡർ ഡേറ്റ് ഉണ്ട്, റീജിയൻ, സെയിൽസ്മാൻ, ഐറ്റം, യൂണിറ്റ് കോസ്റ്റ്, ടോട്ടൽ. എനിക്കിതിൽ റീജിയൻ വൈസ് എത്ര സെയിൽ നടന്നു എന്നറിയണം, അല്ലെങ്കിൽ ഒരു സെയിൽസ്മാൻ എത്രത്തോളം, ഓരോ സെയിൽസ്മാനും എത്രത്തോളം സെയിൽസ് നടത്തി എന്നറിയണം. ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ നമ്മൾക്ക് വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് പിവോട്ട് ടേബിൾ എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ മാനേജേഴ്സ്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ പിവോട്ട് ടേബിൾ വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ എങ്ങനെയാണ് എക്സലിൽ പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരുപാട് ഡാറ്റ ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ ഷീറ്റിൽ തന്നെയാണ് എനിക്കൊരു പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. എനിക്ക് വേണ്ടത് എന്താണെങ്കിൽ ഓരോ സെയിൽസ്മാൻമാരും എത്രത്തോളം സെയിൽസ് നടത്തി, അവരവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തോ എന്നാണ് എനിക്ക് നോക്കേണ്ടതെങ്കിൽ ആദ്യം ഞാൻ എന്താ ചെയ്യണം, ഈ ഡാറ്റ നമ്മൾ സെലക്ട് ചെയ്യുക. ഏത് ഡാറ്റയാണോ പിവോട്ട് ടേബിളിൽ വേണ്ടത് ആ ഡാറ്റ നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇൻസേർട്ട് പിവോട്ട് ടേബിൾ എടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും, ക്രിയേറ്റ് പിവോട്ട് ടേബിളിൽ സെലക്ട് എ ടേബിൾ ഓർ റേഞ്ച്. നമ്മൾ ആ റേഞ്ച് ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ ആ സെലക്ഷൻ ഇങ്ങനെ വന്നിരിക്കും. അത് മുന്നേ കൂട്ടി സെലക്ട് ചെയ്യുന്നതിന് പകരം ഈ ഒരു ഇൻസേർട്ട് പിവോട്ട് ടേബിൾ എടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താലും നമുക്ക് ഈ സെലക്ഷൻ പോസിബിൾ ആവും. നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്താൽ ആ സെലക്ഷൻ, ആ റേഞ്ചാണ് നമ്മുടെ സെലക്ഷനായിട്ട് വരിക. ഇനി താഴേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ന്യൂ വർക്ക്ഷീറ്റ്, പുതിയൊരു വർക്ക്ഷീറ്റിലാണോ വേണ്ടത്, എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റിലാണോ വേണ്ടത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എനിക്ക് ഈ എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റിലാണ് എനിക്ക് വേണ്ടത്, പുതിയൊരു ഷീറ്റിൻ്റെ ആവശ്യമില്ല എങ്കിൽ ഞാൻ എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ ലൊക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എവിടെയാണ് നമുക്ക് ഈ പിവോട്ട് ടേബിൾ വേണ്ടത് എന്ന് നമുക്ക് പറയണം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സെല്ലിൽ കൊണ്ടുപോയിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഓക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ പിവോട്ട് ടേബിളിൻ്റെ ഒരു ഫോർമാറ്റ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിൽ ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് ഡാറ്റയൊന്നും കാണില്ല. രണ്ട് രീതിയിൽ നമുക്ക് പിവോട്ട് ടേബിളിനെ വ്യൂ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു വ്യൂവിലും അതുപോലെ തന്നെ ക്ലാസിക്കൽ വ്യൂ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വ്യൂ ഉണ്ട്. അതിൽ നമുക്ക് റോയും കോളവും സെപ്പറേറ്റ് കാണാനായിട്ട് സാധിക്കും. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, പിവോട്ട് ടേബിൾ ഓപ്ഷൻ എടുക്കുക, അതിൽ ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിന് നമുക്ക് കാണാൻ പറ്റും ക്ലാസിക് പിവോട്ട് ടേബിൾ ലേഔട്ട് എന്നുള്ള സംഭവം. അതിലൊരു ടിക്ക് കൊടുക്കുക, അതിനുശേഷം ഓക്കെ പറയാം. അപ്പോൾ കണ്ട അതിൻ്റെ ലേഔട്ട് മാറിയതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി എനിക്ക് എന്താണ് വേണ്ടത്, ഓരോ സെയിൽസ്മാൻമാരും എത്ര വീതം സെയിൽസ് നടത്തിയിട്ടുണ്ട്, അവരുടെ ടോട്ടൽ സെയിൽസ് എത്രയാണ് എന്നാണ് എനിക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മുടെ ടേബിളിലെ കണ്ടൻറ്റുകൾ മുഴുവൻ ഇവിടെ, ഹെഡിങ്സ് മുഴുവൻ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യും. അതിൽ നിന്ന് എനിക്ക് എന്താണ് വേണ്ടത്, സെയിൽസ്മാൻ്റെ ഓർഡറാണ് വേണ്ടത്. അപ്പോൾ സെയിൽസ്മാൻ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരും. ആ ലിസ്റ്റ് ഔട്ട് എങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ കണ്ടോ, റോസ് എന്നുള്ളിടത്ത് സെയിൽസ്മാൻ എന്നുള്ളത് വരും. ഇപ്പുറത്തെ വാല്യൂ എന്ന് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഓരോ സെയിൽസ്മാൻ്റെയും നേരെ നമുക്ക് എന്ത് വാല്യൂ ആണോ കാണേണ്ടത് ആ വാല്യൂ ആണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ ഇവിടെ വരും. സം ഓഫ് ടോട്ടൽ കണ്ടോ, ടോട്ടലിൻ്റെ സമ്മ്. അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടോട്ടലും വരുന്നതായിരിക്കും. അപ്പോൾ റോസ് എന്നുള്ളിടത്ത് സെയിൽസ്മാൻ്റെ പേരും അതുപോലെ തന്നെ വാല്യൂസ് എന്നുള്ളിടത്ത് നമുക്ക് എന്താണ്, ടോട്ടലാണോ കാണേണ്ടത് അതോ ഓരോരുത്തർ എത്ര യൂണിറ്റ് വിറ്റെന്നാണോ കാണേണ്ടത്, എന്താണെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് എന്താണോ അതാണ് വാല്യൂസിൽ കൊടുക്കേണ്ടത്. അതിൻ്റെ സമ്മ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും, ടോട്ടലായിട്ടുള്ള എമൗണ്ട് ആയിരിക്കും ഓരോ സെയിൽസ്മാൻ്റെ നേരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഈ സെയിൽസ്മാൻമാരെ കോളമാക്കി വെച്ച് നോക്കൂ. കോളത്തിലേക്ക് കൊണ്ടിട്ട് കണ്ടോ, ഇങ്ങനെ നീണ്ട ഒരു ലിസ്റ്റാണ് വരിക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പ്രിൻ്റോ അങ്ങനെ വല്ല കാര്യങ്ങളോ എടുക്കണമെങ്കിൽ ഒരുപാടുണ്ടെങ്കിൽ അത് വലത്തോട്ട് ഒരുപാട് റോസ് കൺസ്യൂം ചെയ്യും. കോളം കൺസ്യൂം ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സെയിൽസ്മാനെ റോസിൻ്റെ കീഴിലിടാം. അപ്പോൾ വളരെ ചെറിയൊരു പിവോട്ട് ടേബിൾ
നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഇങ്ങനെയാണ് പിവോട്ട് ടേബിൾ എക്സലിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് മറ്റൊരു രീതിയിൽ പിവോട്ട് ടേബിൾ കാണാം. എനിക്ക് വേണ്ടത് റീജിയൺ വൈസ് പിവോട്ട് ടേബിളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യം നമ്മൾ റേഞ്ച് സെലക്ട് ചെയ്തിട്ടാണ് ചെയ്തത്. ഇനി റേഞ്ച് സെലക്ട് ചെയ്യാതെ ഞാൻ കാണിച്ചു തരാം. ഇൻസേർട്ട് പിവോട്ട് ടേബിൾ. അപ്പോൾ ഇവിടെ പിവോട്ട് ടേബിളിൻ്റെ ഓപ്ഷൻ ഇവിടെ വന്നു. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റേഞ്ച് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് വേണ്ട റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്യണു. അതിനുശേഷം വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പറയുന്നു എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ്. അപ്പോൾ എവിടെയാണ് വേണ്ടത്? എൻ്റെ കർസർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ക്ലിക്ക് ചെയ്യുക. ദെൻ ഓക്കെ എന്ന് പറയാം. പിവോട്ട് ടേബിൾ വന്നു. ഇത് നമ്മൾ ക്ലാസിക്കൽ വ്യൂവിലാണ്. ഇനി ഇതിൻ്റെ ഡീഫോൾട്ടായിട്ടുള്ള ഈ വ്യൂവിൽ എങ്ങനെയാണ് പിവോട്ട് ടേബിൾ കാണുക എന്ന് നമുക്ക് നോക്കാം. അത് എനിക്ക് വേണ്ടത് എന്താണ്? റീജിയൺ വൈസ് ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? റീജിയൺ എന്നുള്ളതിനെ ക്ലിക്ക് ചെയ്ത് റോയിൽ കൊണ്ടിടുക. അപ്പോൾ കണ്ടോ, സെൻട്രൽ, ഈസ്റ്റ്, വെസ്റ്റ് എന്നുള്ള റീജിയൺ വന്നു. പിന്നെ അതിൻ്റെ നേരെ എന്ത് വാല്യൂസാണ് എനിക്ക് വരേണ്ടത്? എനിക്ക് വരേണ്ടത് ടോട്ടൽ തന്നെയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ടോട്ടലിനെ എവിടെ കൊണ്ടിടണം? വാല്യൂസ് എന്നുള്ള കോളത്തിൽ ആ ഒരു സ്പേസിൽ വേണം ഈ ടോട്ടലിനെ വലിച്ചു കൊണ്ടുപോയി ഇടാനായിട്ട്. അപ്പോൾ ഓരോ സെൻട്രലിൻ്റെ നേരെയുള്ളത് കിട്ടി, ഈസ്റ്റിന് എത്ര കിട്ടി, വെസ്റ്റിന് എത്ര കിട്ടി, ഇതെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. 19,627.88 സെയിൽസ്മാൻ വൈസ് നോക്കിയാലും 19,627.88 എന്നുള്ള രീതിയിൽ നമുക്ക് ടോട്ടൽ കിട്ടും. അപ്പോൾ ഇതിലൊന്നും യാതൊരു തെറ്റുമില്ല, കൺഫ്യൂഷനും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇൻ കേസ് നമ്മളിവിടെ വന്നിട്ട് നമ്മൾ ഇതിൻ്റെ വാല്യൂസ് ഒന്ന് ചേഞ്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതായത് ഈ കോളം എന്ന് പറയുന്നത് യൂണിറ്റ് ഇൻറ്റു യൂണിറ്റ് കോസ്റ്റാണ്. ഇവിടെ എപ്പോഴും ഇക്വേഷൻ കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ എന്താണെങ്കിൽ നമ്മൾ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ അതിൻ്റെ മാറ്റം നമുക്കിവിടെ ഒരു കോളത്തിൽ മാറ്റി കഴിഞ്ഞാൽ ഇവിടെ ടോട്ടലിൻ്റെ കോളത്തിൽ മാറ്റം വരും. ഞാൻ ഇവിടെ പോയിട്ട് ഈ 7 എന്നുള്ളത് ഞാൻ 10 ആക്കുന്നു. അപ്പോൾ അവിടെ വാല്യൂസിന് വ്യത്യാസം വന്നു. അപ്പം നമുക്ക് ടോട്ടലിന് എന്തായാലും വ്യത്യാസം വന്നിട്ടുണ്ടാവും. ആ എഫക്റ്റ് ഒന്നും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം നമ്മൾ ഒരു ഡാറ്റയിൽ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ആ എഫക്റ്റ് നമ്മുടെ പിവോട്ട് ടേബിളിൽ കാണണമെങ്കിൽ പിവോട്ട് ടേബിൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം റിഫ്രഷ് എന്നുള്ളൊരു ബട്ടൺ പ്രസ് ചെയ്യുക. കണ്ട 20062.85 ഇവിടെ 20062.85 ഉണ്ടോ? റിഫ്രഷ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിവോട്ട് ടേബിളിൽ എന്ത് ചേഞ്ചസ് ആണോ നമ്മൾ വരുത്തിയത് ആ ചേഞ്ചസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് എക്സലിൽ പിവോട്ട് ടേബിൾ ഇൻസേർട്ട് ചെയ്യുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.